ഡ്യൂട്ടി ഇപ്പൊക്കെ കൊടുത്ത് ഫുള്ള് കുടുംബക്കാർക്ക് എത്തിക്കണം കണ്ടോ. ഇത് വെറുതെ വീഡിയോ കാണിക്കാൻ വേണ്ടി വന്നു. ഇതിലിപ്പോ ഫുള്ള് നെയ്യപ്പുള്ളത്. ഇതിപ്പോ ഞാൻ പൊളിച്ച് കാണിച്ചിരുന്നില്ല. അപ്പൊ ഇവിടെ ഇവനെ കാണാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അതിനുള്ള ഫുഡ് പ്രിപ്പറേഷൻ. ഹലോ, ബിസിയാണോ? ലിറ്റിൽ ബിറ്റ് ബിസിയാ. എന്താണോ മേക്ക് ചെയ്യുന്നത്? മീൻ പൊരിക്കാൻ പോവാ. ഇതെന്താ? ബീഫ് ഫ്രൈ, ആവോലി പൊരിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ട്, ബിരിയാണി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നെയ്ച്ചോർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കാൻ കൂടി പോവല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡിഷ്. മീനാണ് ഗൈസ് ഫേവറേറ്റ്. 2 മീൻ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്കൊരു പേടി അല്ല, എനിക്കൊരു പേടി ഇനിയിപ്പോ ഓല് വന്ന് ഓല കൂടെ അങ്ങ് പോവെന്നുള്ളതോ. പോയി പിന്നെ ചോക്ലേറ്റ് തിന്നിരുന്നു. എത്ര പറഞ്ഞു ഗൈസ്. പൊളിച്ചും മുറിച്ച് ചോക്ലേറ്റ് കിട്ടിയാ തിന്നു. അപ്പൊ ഹിബന്റെ ഉമ്മയും ഉപ്പയും അതേപോലെ തന്നെ ഹിബന്റെ ക്ലോസ് റിലേറ്റീവ്സ് ഒക്കെ ആയിരുന്നു വന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു സന്തോഷമാണല്ലോ. നമ്മുടെ കോഴിക്കോടൊക്കെ ഈ ഒരു ചെറിയ ചടങ്ങുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ വരുന്നുണ്ടാവും. അപ്പൊ ഫാമിലീസിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വരും. അപ്പോൾ ഒരു കുറച്ച് പലഹാരമൊക്കെ ആയിട്ടാണ് വരാം. അത് നമ്മളിങ്ങനെ അയൽവാസികൾക്കും കുടുംബക്കാർക്കൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടോ. നമ്മുടെ കോഴിക്കോട് ഇതൊരു സ്ഥിരം പ്രോഗ്രാം മാതിരിയാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലെ പരിപാടി എന്നുള്ളതും കമന്റ് ചെയ്യട്ടോ. അപ്പൊ നമ്മളെ എന്താ പറയാ, ഇതിന്റെ ചടങ്ങിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവന്റെ ഉമ്മയും വാപ്പയും ഫാമിലിയൊക്കെ വന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ലേ. അക്കിയ മയക്കൊന്നില്ലേ? ക്ഷീണിച്ചു രാവിലെ വന്നിട്ട് ടയേർഡാ. അപ്പൊ കൊല ഇത് ഫുള്ളും പയത്തിട്ടില്ല അമ്മ. അപ്പൊ അത് പ്രശ്നമില്ലല്ലേ. പച്ചയും പയത്തൊക്കെ കൊടുക്കും തോന്നില്ല. മിക്സ് ആയി കൊടുത്തായിട്ടോ. അടുത്തത് ചട്ടിപ്പത്തിരി, കൊയിലാണ്ടി ചട്ടിപ്പത്തിരി എന്ന് പറയാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കാലിക്കറ്റ് ചട്ടിപ്പത്തിരി അല്ലേ നമ്മൾ ഓൾറെഡി മുറിച്ച് കഴിക്കൊക്കെ ചെയ്തു. സാധാരണ മുറിക്കുന്ന വീഡിയോ വരെ ഇടലുണ്ട്. ഇത് ഓൾറെഡി നമ്മള് കഴിച്ച്. ഇറാനി പോള പിന്നെ തൊട്ടിയില്ല, നമ്മള് തൊട്ടിക്കില്ലതാ. ഇറാനി പോള, ഇത് ഇറാനി പോള ഗൈസ്. ഇതാണ് നെയ്യപ്പം. അപ്പൊ ഇനി ഇതിലിപ്പോ ഫുള്ള് നെയ്യപ്പം ഉള്ളത്. ഇതിപ്പോ ഞാൻ പൊളിച്ച് കാണിച്ചിരുന്നില്ല. ഇതിപ്പോ ഫുള്ളും ഒരു നെയ്യപ്പം എടുത്ത് ഞാൻ കാണിച്ചു തരാം. തിന്ന് കാണിച്ചു കൊടുക്കുക. നെയ്യ് വേണം തിന്നോ? എനിക്ക് വേണ്ട, നമുക്ക് വേണം. ഞാൻ ഓൾറെഡി അപ്പൊ നെയ്യപ്പം. അപ്പൊ ഇത് ഫുള്ള് നെയ്യപ്പം അല്ലെ. ഇനി നമ്മളെ ഇവിടുത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഫുള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതോ. അതെ, അതാണ് ഇപ്പൊ പണി. എല്ലാ സ്ഥലത്തും എത്തിക്കണം. ആണോ? ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലെ മുതൽ ടയേർഡ് ആയിട്ടിരിക്കും. ഉമ്മയും ഹിബയായിരുന്നു ഫുൾ ഫുഡ് മേക്കർ. അപ്പൊ നമ്മളെ സ്പെഷ്യൽസ് ഞാൻ എടുത്തു വെച്ച്. എന്തൊക്കെയാണ് നമ്മളെ സ്പെഷ്യല്? നമ്മള് ബിരിയാണി ഉണ്ടാക്കി, പിന്നെ ആവോലി പൊരിച്ചത്, ബീഫ് ഫ്രൈ ഉണ്ടാക്കി, മന്തി ഓർഡർ ചെയ്ത്. അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മള് കുഞ്ഞി ഫുഡ് ഐറ്റംസിലെ ചെറിയൊരു പരിപാടി. ഇനിയിപ്പോ നമുക്ക് പേപ്പർ അതന്നെ, അതായില്ല. ഒരു കുട്ടി കൊണ്ട് അതിന്റെ വ്ളോഗൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. പരിപാടിയാ. ആശിക്കൊക്കെ നല്ല സുഖം തന്നെ. പക്ഷെ നമ്മളിതൊരു എന്താ പറയാ, ആശിക്കൊക്കെ നല്ല പണിയാ. നല്ല പണിയെങ്കിൽ അല്ലടേ. ഞാൻ വീഡിയോ കാണുന്ന തുടങ്ങി പറയാനുള്ളത് നമ്മളെ കാലിക്കറ്റ്സ്, ഞാൻ പറഞ്ഞല്ലോ നമ്മളെവിടേക്കുള്ള ഒരു ചടങ്ങാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റൂല. കാരണം ഇഷ്ടപ്പെട്ടു ഓരോരുത്തരും ഒരു സ്നേഹപൂർവ്വം ഒക്കെ വരുന്നതാണ്. പക്ഷെ നമ്മളിതൊരു മെമ്മറീസ് മാതിരി എടുത്തിട്ട് വ്ളോഗിൽ വെക്കുന്നത്. നമുക്കും കാണാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാണാം അല്ലെ. അപ്പൊ അതുണ്ട്. അല്ല, യൂട്യൂബ് 10 കൊല്ലം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് കാണാലോ. ഫോണില് ചിലപ്പോ വിഷ്വലൊക്കെ മിസ് ആയി പോകും. അതാണ് യൂട്യൂബിലാകുമ്പോ നമ്മൾ 10-15 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ആ വിഷ്വൽ ഉണ്ടോ. അപ്പൊ നമുക്ക് മെമ്മറീസ് മാതിരി എടുക്കാം. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും ഞാൻ ഇത് കൊണ്ടേ കൊടുക്കാൻ പോലെ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ അമ്മ? നിങ്ങളും കൂടെ നിൽക്കേ. അപ്പൊ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതല്ല, നമുക്കറിയില്ലല്ലോ എന്താ ഡിസ്ട്രിബ്യൂഷൻ അല്ല. അപ്പൊ ഉമ്മയാണ് ഇപ്പൊ തീരുമാനിക്കുന്നത്. എല്ലായിടത്തും എത്തിക്കണം. ഫുള്ള് കുടുംബക്കാർക്ക് എത്തിക്കണം. അപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ ഇതേമാതിരി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിനെ മലബാരീസ് മാത്രമാണ് ഇങ്ങനത്തെ ഇതെന്ന്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു മലബാരീസിന് മാത്രമേക്ക് മേ ബി ഇങ്ങനെ ഫുഡ് കൊണ്ടുവരുന്ന ചടങ്ങുള്ളത്. അപ്പൊ അതിലൊരാൾ കമന്റ് ഇട്ട് മലബാരീസിന് മാത്രല്ല കേട്ടോ, കാസർഗോഡൊക്കെ ഉണ്ട്, അവിടെ മുല്ലപ്പൂ ഒക്കെ കൊണ്ടുവരും പറഞ്ഞു അല്ലെ. മുല്ലപ്പൂ അതേമാതിരി തന്നെ ഇവിടെ മുല്ലപ്പൂ ഒന്നുമില്ല. എല്ലായിടത്തേക്കുള്ള ചടങ്ങാ, ചില സ്ഥലത്തില്ല. എനിക്ക് ഒന്ന് ട്രിവാൻഡ്രം എനിക്കറിയാം. ഇനിയിപ്പോ വീഡിയോ കാണുമ്പോ നമ്മുടെ അടുത്ത് ഉണ്ടെന്ന് പറയാൻ നിങ്ങൾ കമന്റ് നമുക്ക് അറിയാറ്റാണ്. അപ്പൊ നമ്മള് മെയിൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഫാമിലീസ് ഡിസ്ട്രിബ്യൂട്ട് ആണുള്ളത്. അതന്നെ, അങ്ങനെ എല്ലാവർക്കും പണി കൊടുക്കണം.
എല്ലാവർക്കും കൊണ്ടേ കൊടുക്കണം, അല്ല എനിക്കാണ് ആഷിക്കാണെങ്കിൽ ഇന്നലെ മറ്റേ ടർഫ് പോയി കളിച്ച് ഊരവേദന എന്ന് പറഞ്ഞു പോയിട്ട് എനിക്ക് നടക്കാൻ മതിയാക്കി വയ്യ. ഇവിടെ ഭയങ്കര ഈ ചട്ടിപ്പത്തിരി നമ്മള് കോഴിക്കോട് കൊയിലാണ്ടി അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് രണ്ടും കാലിക്കറ്റിലൊക്കെ ചോദിക്കും. കൊയിലാണ്ടി ചട്ടിപ്പത്തിരി ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കോഴിക്കോട് ചട്ടിപ്പത്തിരിയിൽ ഉള്ളി ഇടൂല, കൊയിലാണ്ടിയിൽ ഉള്ളി ഇങ്ങനെ കാരമൽ ചെയ്തിടും. രണ്ടും ഡിഫറെന്റ് കളർ തന്നെ കണ്ടില്ല, ഒരു ബ്രൗൺ കളറാണ് കൊയിലാണ്ടി. ചില ഒരു വൈറ്റിലും ഉണ്ടാക്കട്ടോ കൊയിലാണ്ടി. കൊയിലാണ്ടി വൈറ്റിലും ഉണ്ടാക്കും, പക്ഷെ ഉള്ളി നല്ലോണം കാരമൽ ചട്ടിപ്പത്തി അല്ല കാരമൽ ചെയ്തിട്ടുള്ള ചട്ടിപ്പത്തി നമ്മൾ കഴിക്കാറുണ്ട്. ഇവിടേക്ക് കോഴിക്കോടേക്ക് മറ്റേ കസ്കസും മുട്ടയും മാത്രാണ്, അതാ സ്പെഷ്യാലിറ്റി. ഇവിടെ നമ്മള് എന്താ പറയാ കട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി ഇപ്പൊക്കെ കൊടുത്ത് പഴം കട്ട് ചെയ്യാനുള്ള നിന്നുള്ള പണിയൊന്നും കൊടുക്കില്ല, ഇരുന്നുള്ള പണി നിന്ന് കൊഴങ്ങിട്ടാ. നെയ്യപ്പം പാക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ഇമ്മക്കും കൊടുത്ത്, അതേമാതിരി തന്നെ പഴം കട്ട് ചെയ്യാനുള്ളത് ഇമ്മക്കും കൊടുത്തിട്ടുണ്ട്. രണ്ടാളും കൂടി പാക്ക് ചെയ്തോട്ടെ. ഞാനൊരു മറ്റേ എന്റെ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്ത് കൊണ്ടേ കൊടുക്കാം, ഇവരുടെ ഡ്യൂട്ടി പാക്ക് ചെയ്യാം. ഇന്ന് ഞാൻ കയ്യോ ഇപ്പൊ നമുക്കൊരു മിഷീൻ വാങ്ങിക്കാം അല്ലേ? ഇതിങ്ങനെ ഇങ്ങനെ ടക്ക് 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 പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇഷ്ടമല്ലേ ഇതൊക്കെ? അങ്ങനെ ആഷിക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് പാക്കിംഗ്. ഇവിടെ ഒരാള് ഭയങ്കര സംഭവം പറഞ്ഞ് ഞാൻ പഴം കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് മൂന്നാൾക്കാരെ പാക്ക് ചെയ്യുമ്പോഴേക്കുമ്പ ഓള് മടുത്ത്, ഉമ്മയും മടുത്ത്. ഇല്ല ഉമ്മതാ മറ്റേ ഇന്ന് ഏൽപ്പിച്ച് പോയി. എത്ര ഇതൊക്കെ ആ കണ്ടോ, ഇത് വെറുതെ വീഡിയോ കാണിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ വണ്ടി എടുത്ത് കൊണ്ടുപോയി പോ. എനിക്ക് പറയാം, നിങ്ങൾ വണ്ടി എടുത്ത് കൊണ്ടുപോയി പോ. ഞാൻ ബൈക്കിന് ചാവി തരാം, നിങ്ങൾ വണ്ടി എടുത്ത് കൊണ്ടുപോയി കൊടുത്തോ. പോയിക്കോ. അല്ലേ ഒന്ന് കൊടുത്താല് പിന്നെ ആ ബൈക്കുള്ളതൊക്കെ കൊടുക്കേനു. നമുക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിയാ ഒരാൾക്ക്. ഒരു പാക്ക് ചെയ്തിട്ട് ഒരു വീട്ടിൽ പോവേ, എന്നിട്ട് അതേമാതിരി വരും. അടുത്ത പാക്ക് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ പോവും, എന്നിട്ട് അതേമാതിരി വരും തൊട്ടടുത്തുള്ള വീട്ടിൽ പോവും. ഒന്ന് കഴിച്ചോക്ക്. ഞാൻ കയറാം, കഷ്ണം കഴിച്ചോ. വേണ്ട, എനിക്കിപ്പോ വേണ്ടായിട്ടാ. നമ്മൾ ഇത് കഴിച്ചു നോക്കാം. ഏത് അത് നിങ്ങൾ കഴിക്കണ്ട. നെയ്യപ്പൊന്ന് കഴിച്ചോക്ക്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയാനല്ലോ. ടേസ്റ്റ് ഉണ്ടോ അറിയാൻ കഴിച്ചു നോക്കാം. എന്റെ അഭ്യർത്ഥന പ്രകാരം കേട്ടോ, ചെറിയ കഷ്ണം കഴിക്കാം. ഇത് ഒരു ഉണ്ടാക്കിയല്ലോ, ഉണ്ടാക്കി പിച്ച് കഴിക്കൂലേ, നല്ല സോഫ്റ്റ് ആട്ടോ. വളരെ കഷ്ണം ചോദിച്ചു. എനിക്ക് വേണ്ടായിട്ടാ, നമ്മളിപ്പോ ചായ അടിച്ചില്ലല്ലോ, അതുകൊണ്ടാ. യെസ്, അതുകൊണ്ടാ എന്നിട്ട് എന്നോട് കഴിപ്പിക്കുന്നത്. നിങ്ങൾ കഴിച്ചു നോക്കി, ടേസ്റ്റ് പറയുമ്പോ ഒരു രസമല്ലേ, നല്ല സോഫ്റ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മള് എന്താ പറയാ എല്ലാവർക്കും ഉള്ളത് ഈക്വലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നെയ്യപ്പവും പഴമാണ് മെയിൻ കേട്ടോ ഈ ചടങ്ങിലെ. നെയ്യപ്പവും പഴമാണ് എല്ലാവരും കൊണ്ടുവരാം, അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേമാതിരത്തെ ചടങ്ങൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ നെയ്യപ്പത്തിന് പകരം വേറെ എന്തെങ്കിലും ആണോ അതുമാണെങ്കിൽ പറയുകയാണ്. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, പക്ഷേ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും നാട്ടിലുള്ളത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അല്ലേ ഇബ? അവള് തീരെയും കിട്ടൂല കഴിച്ചു. അവളിപ്പോൾ ഇന്ന് പാക്കിങ്ങിന്റെ ബിസിയില്ല. ഇപ്പൊ ഞാൻ ബ്ലോഗ് എടുത്ത് ചിലപ്പോൾ എനിക്ക് ചീത്തേക്കും. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇന്നതായ രീതിയിൽ എടുത്തുകൊണ്ട് കേട്ടോ.